ഇതൊരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വൈറൽ റെസിപ്പിയാണ് തിറാമിസു. ഇത് അളവ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ലെയറായിട്ട് ഏത് ഷേപ്പ് വേണേലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനെടുത്ത അളവൊക്കെ കറക്റ്റായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതിൻ്റെ ശരിക്കുമുള്ള റെസിപ്പി ഇതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു രീതിയിലാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ആ രീതിയാണ് കാണിക്കുന്നത്. ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി വലിയവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. ഇതിന് തയ്യാറാക്കാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇളം ചൂടുള്ള വെള്ളം 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ 1.5 അല്ലെങ്കിൽ 2 ടീസ്പൂൺ ചേർക്കാവുന്നതാണ്. കട്ടയില്ലാതെ ഒന്ന് കലക്കിയെടുക്കുക. ഇനി നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന പാത്രം എടുത്ത് വയ്ക്കുക. സ്ക്വയർ ആയിരിക്കും ഏറ്റവും നല്ലത്. റൗണ്ട് ഷേപ്പ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി റസ്ക് എടുക്കുക. ഇതുപോലെ കോഫി വെള്ളത്തിൽ മുക്കിയിട്ടിട്ട് പെട്ടെന്നൊന്ന് 2 പ്രാവശ്യം ഒന്ന് ഇതുപോലെ ഒന്ന് ഉരുട്ടി പുരട്ടി എടുത്തിട്ട് ട്രെയിലോട്ട് മാറ്റുക. ഇനി ഇതുപോലെ ട്രെയിൽ അടുക്കി വെക്കണം, ഗ്യാപ്പില്ലാതെ ഓരോ റസ്കും. റസ്ക് ചതുരത്തിലായത് കാരണം എടുക്കുന്ന ട്രേയും ചതുരത്തിലാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ഗ്യാപ്പില്ലാതെ ഇതുപോലെ അടുക്കി വെക്കാൻ ഈസി ആകും. പിന്നെ റസ്ക് വാങ്ങുന്ന സമയത്തെ ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇലൈച്ചി ഫ്ലേവർ, അതായത് ഏലക്ക ഫ്ലേവർ ഒന്നുമില്ലാത്ത പ്ലെയിൻ ആയിട്ടുള്ള റസ്ക് വാങ്ങുക. ഗ്യാപ്പ് ഒന്നും ഇല്ലാത്ത രീതിയിൽ റസ്ക് ഫില്ല് ചെയ്ത് വെക്കുക. ചെറിയ ചെറിയ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ റസ്ക് ഒന്ന് ഒടിച്ച് വെച്ചാലും മതി. മാക്സിമം ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് നേരത്തേന് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. ആ സമയത്ത് ഇതിന് വേണ്ടി ഒരു ക്രീം തയ്യാറാക്കി എടുക്കാനുണ്ട്. അതിനുവേണ്ടി മിക്സിയുടെ വലിയ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി 200 ഗ്രാം പനീർ, കുറഞ്ഞത് 200 ഗ്രാം ചേർക്കുക. 2-3 കഷ്ണം കൂടുതലുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിലോട്ട് 1/2 കപ്പ്, ഇത് 1 കപ്പാണ്, അതിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് പാല് ചേർക്കുക. 1/2 സ്പൂൺ വാനില എസൻസ് ഒഴിക്കുക. ഇനി തേനാണ് ചേർക്കുന്നത്. ഇത് 1/4 കപ്പാണ്, അതിൻ്റെ ഒരു 1/2 ഭാഗത്തോളം എടുത്തിട്ടുണ്ട് തേന്, അതൊഴിക്കുക. 1/2യോ 3/4 എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇത് മിതമായിട്ടുള്ള മധുരമേ ഉള്ളേ. ഇനി ഇതിലോട്ട് 1-2 ടേബിൾ സ്പൂൺ ചീസ് സ്പ്രെഡ് ചേർക്കുക. ഷീറ്റല്ല ചേർക്കേണ്ടത്. ഇത് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂണേ ചേർക്കുന്നുള്ളൂ. ഇനി കണ്ടൻസ്ഡ് മിൽക്ക് 1 ടേബിൾ സ്പൂൺ ചേർക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ മധുരം മിതമായിട്ടുള്ള അളവിലാണ്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ആവാം. അതിന് 1 ടേബിൾ സ്പൂൺ കൂടുതലായിട്ട് കണ്ടൻസ് മിൽക്ക് ഒഴിച്ചാലും മതി. അതായത് മധുരത്തിനനുസരിച്ച് 1-2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കാം. ചീസ് സ്പ്രെഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി, ഓപ്ഷനിലാണ്. ചേർത്താൽ വളരെ ടേസ്റ്റിയാണ്. അതിനകത്ത് ഉപ്പുള്ളത് കാരണം ഞാൻ ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല. അഥവാ നിങ്ങളത് ചേർക്കുന്നില്ലെങ്കിൽ 1 നുള്ളി ഉപ്പൂടെ ചേർത്തിട്ട് ഇതുപോലെ നല്ല ക്രീമായിട്ട് അടിച്ചുകൊണ്ട് വരണം. സെറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുക മധുരം പാകമാണോ എന്ന്. ഇനി ഫ്രിഡ്ജ് വെച്ച് ട്രേ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ക്രീം ഒഴിക്കണം. മൊത്തത്തിലല്ല ഒഴിക്കുന്നത്, നേർപകുതി ഒഴിക്കുക. അടിച്ചു വെച്ചിരിക്കുന്നതിൻ്റെ നേർപകുതി. എന്നിട്ട് നല്ല ലെവലാക്കി ഒന്ന് നിരത്തി കൊടുക്കണേ. ആ ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്തൊന്ന് നിരത്തി കൊടുക്കുക. ക്രീം അടിച്ചെടുത്ത ആ തിക്നെസ് കറക്റ്റാണിത്. ലൂസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഒഴുകിയിരിക്കും. ഇങ്ങനെ ലെയറായിട്ട് വരില്ല, ശരിക്കും കാണാനും ഒരു ഭംഗി കാണില്ല. ക്രീം അല്പം ലൂസായി പോയതുകൊണ്ട് ടേസ്റ്റിലൊന്നും വലിയ വ്യത്യാസം ഒന്നും തന്നെ ഉണ്ടാവില്ല. പക്ഷെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ആ ലെയറൊക്കെ കാണാനൊരു ഭംഗി വേണമല്ലോ. അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യുക. ഒരേ ലെവലിലെ ക്രീം ഞാൻ നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് വീണ്ടും അതേ രീതിയിൽ തന്നെ റസ്ക് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. ഗ്യാപ്പില്ലാതെ വെച്ച് കൊടുക്കുക. ആദ്യമേ എടുത്ത 1 കപ്പ് കോഫി വെള്ളത്തിൻ്റെ ബാക്കിയാണിത്. എനിക്ക് അവസാനം ഒരു 2 റസ്ക് കൂടെ മുക്കാനുള്ള കോഫി വെള്ളം ഇല്ലാതെ വന്നു. ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് കോഫി പൗഡറൂടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലെയർ ഞാൻ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ ഗ്യാപ്പൊക്കെ ഇടയ്ക്ക് വന്നിട്ടുണ്ട്. അതൊക്കെ റസ്കിൻ്റെ ചെറിയ പീസ് വെച്ച് നല്ല ഫില്ലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ബാക്കിയിരിക്കുന്ന മൊത്തം ക്രീമോട് ഒഴിക്കാം. ഈ ക്രീം മാത്രമായിട്ട് കോരി കഴിക്കാനും നല്ല ടേസ്റ്റാണ്.
ഇനി നല്ലവണ്ണം ഒന്ന് ലെവലാക്കി കൊടുക്കുക. ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് ഞാൻ ട്രേയുടെ സൈഡൊക്കെ നല്ലവണ്ണം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയും ഒരരിപ്പ എടുത്തിട്ടുണ്ട്. 1/2 സ്പൂണ് കൊക്കോ പൗഡറാണ്. നല്ല കൊക്കോ പൗഡർ എടുക്കണം. ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നല്ല കൊക്കോ പൗഡർ എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയുള്ള കൊക്കോ പൗഡർ. ആ ട്രേയുടെ സൈഡൊക്കെ കൊക്കോ പൗഡർ കാണും. അതെല്ലാം നല്ലവണ്ണം ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഇതിനി ഫ്രിഡ്ജിൽ വയ്ക്കുക. കുറഞ്ഞത് 4 മണിക്കൂർ നേരത്തേനെങ്കിലും ഫ്രിഡ്ജിൽ വയ്ക്കുക. അതായത് ഒരു 4 മണിക്കൂർ മുകളിലായിട്ടുണ്ട്. ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഇതിൻ്റെ ലെയർ കാണിക്കുന്നതാ, കണ്ടില്ലേ? നല്ല സെറ്റായിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോഴേ ക്രീം ഇങ്ങനെ പറ്റിയിരിക്കുവേ. അപ്പോൾ കത്തി ഒന്നുകൂടെ ഒന്ന് തുടച്ചിട്ട് കട്ട് ചെയ്തെടുക്കാമെങ്കിൽ നീറ്റായിട്ട് കിട്ടും. വളരെ ടേസ്റ്റിയാണ്. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഡെസേർട്ട് ഐറ്റമാണിത്. എന്നാൽ പിന്നെ നാളെ തന്നെ ഈ ഒരളവിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്നൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. കമൻറ്റ് തരാൻ, ഹൈപ്പ് തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. ആ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് ടിക്കാക്കിയിടാനും മറക്കരുത്. അപ്പോഴാണ് ആ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം എത്തിച്ചേരുക. ഇതുവരെ തന്ന സപ്പോർട്ടിനെല്ലാം ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.